മാഷേ, ഉളുപ്പുണ്ടോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. കാരണം മാപ്പ് പറയണമോ എന്ന് ചോദിച്ചപ്പോൾ മാപ്പ് പറയേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാണ് ബിന്ദു പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലറൊക്കെ ആയിരുന്ന ടി ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് SFI കരണത്തടിക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ. ഇന്ന് അവർ തന്നെ സ്വകാര്യ സർവകലാശാല ബില്ല് അതിന് അനുമതി നൽകുന്ന കാര്യം മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്, എല്ലാവരും അംഗീകരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണാൻ രാഷ്ട്രീയത്തിന് കഴിയാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ശരി, ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പാണ് ടി ശ്രീനിവാസനെ അടികൊള്ളുന്നത്. അത് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കണം എന്ന അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വരില്ലായിരുന്നു. അതിക്ക് മുമ്പ് കുറച്ച് ആളുകൾക്ക് മുമ്പാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉണ്ടാകും. ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് പുഷ്പനൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം അങ്ങനെ അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് പ്രീഡിഗ്രി ബോർഡിനെതിരെയുള്ള ഒരു സമരം, ഞങ്ങളുടെയൊക്കെ ഒരു വിദ്യാഭ്യാസ കാലത്ത് ഉള്ള സമരമാണ്. ആ സമരത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അടികൊണ്ടിരുന്നു. SFIയുടെ സമരം ശക്തമായ സമരമായിരുന്നു, ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? പ്രീഡിഗ്രി ബോർഡ് എന്ന് പറയുന്ന സാധനം പ്രീഡിഗ്രി ബോർഡ് അല്ലാത്ത രീതിയിൽ രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ വിദ്യാഭ്യാസ സമ്പ്രദായം വരണം എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതെല്ലാം വരുന്നത്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ഈ സമരവും പ്രതിഷേധവും എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് അന്നത്തെ കാലത്തിന് അനുസരിച്ചതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കാൻ തയ്യാറായാൽ കുറേയധികം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. പക്ഷെ അതില്ല, ഇപ്പോഴും അതൊന്നുമില്ല. കാരണം ഭരണകക്ഷിയായിരിക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം, അവർ പ്രതിപക്ഷത്താകുമ്പോൾ വേറൊരു അഭിപ്രായം. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്താൻ പാടില്ല. ഇതിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മുൻ അംഗമായിരുന്നു ടി ശ്രീനിവാസൻ. അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിലാണ് SFI വിദ്യാർത്ഥി കൂട്ടങ്ങൾ ആക്രമിച്ചത്. കാരണത്തൊക്കെ അടിക്കുക എന്ന് പറയുന്നത് അത്തരം ഒരു ബഹുമാന്യനായ ഒരു വ്യക്തി വളരെ മോശപ്പെട്ടൊരു കാര്യമല്ല. അല്ല, അത് മാത്രമല്ല, സമരത്തിൻ്റെ ഭാഗമായിട്ട് വ്യക്തിഹത്യ നടത്തുക, അതിൽ വ്യക്തി ഉപദ്രവിക്കുക, അതിനൊക്കെ ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അന്നായാലും ഇന്നായാലും എന്നായാലും അങ്ങനെ തന്നെയാണ്. അഭിപ്രായ വ്യത്യാസം പറയാം, അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇത് ശരിയല്ല, ഞങ്ങൾക്ക് SFIക്ക് അത് സ്വീകാര്യമല്ല എന്ന് പറയുന്നതിൽ, അഭിപ്രായ വ്യത്യാസം പറയുന്നതിൽ അപകടമില്ല. അത് പറയണം, അവരുടെ അഭിപ്രായം പറയണം. പക്ഷെ അതിന് പകരം ഒരാളുടെ കരണത്തടിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ന്യായീകരിക്കപ്പെട്ടിട്ടില്ല, ഇന്നും അത് ന്യായീകരിക്കപ്പെടുന്നില്ല, ഒരിക്കലും ന്യായീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയാമെങ്കിലും ഒരു മാന്യതയുടെ അടിസ്ഥാനത്തിലെങ്കിലും ടി ശ്രീനിവാസനോട് ഈ SFI കൂട്ടങ്ങൾ മാപ്പ് പറയണ്ടേ എന്ന് പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. കാരണം അന്ന് എന്ത് കോസിന് വേണ്ടിയിട്ടാണോ അവർ ഇത് ചെയ്തത്, അദ്ദേഹത്തെ ആക്രമിച്ചത്, അദ്ദേഹത്തെ കരണത്തടിച്ചത്, അതേ കാര്യം ഇന്ന് അവർ ശരിയാണ് എന്ന് പറയുകയാണ് ആ നിലപാട്. അപ്പോൾ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന നിലപാടുകളൊക്കെ, മാപ്പ് പറയണ്ട എന്ന് പറയുന്ന നിലപാടുകളൊക്കെ എന്തുമാത്രം ഉളുപ്പില്ലായ്മയാണ്. ഇതൊക്കെ രാഷ്ട്രീയ സത്യസന്ധതയുടെ പ്രശ്നമാണ്. നിങ്ങൾക്കൊരു രാഷ്ട്രീയ സത്യസന്ധതയുണ്ടെങ്കിൽ അന്നത്തെ നിലപാടാണ്, അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ നിലപാട് ഇന്ന് കൊണ്ടുനടക്കാൻ പറ്റുന്ന നിലപാടല്ല എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് കാണാനും മനസ്സിലാക്കാനും ആർക്ക് കഴിഞ്ഞു? ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് ഇവർക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും ഇവർ തിരിച്ചറിയേണ്ടതും അത് സമൂഹത്തിൻ്റെ മുന്നിൽ അവർ സമ്മതിക്കേണ്ടതുമായ കാര്യമാണ്. ആ സമ്മതിക്കലാണ് അതിൻ്റെ മാപ്പെന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ മാപ്പെന്ന് വിളിച്ചു പറയില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ഞങ്ങൾക്കില്ലാതെ പോയി എന്ന് ഉള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണ്. അത് തന്നെയാണ് സ്വാശ്രയ കോളേജുകൾക്കെതിരെ നടത്തിയ സമരത്തിൽ രക്തസാക്ഷികളായി മാറി. അന്ന് അത് ശരിയാണ്, പക്ഷേ അത്രയും ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു. പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഈ സ്വാശ്രയ കോളേജുകൾക്ക്
അംഗീകാരം കൊടുക്കുകയും അതിൻ്റെ ഒപ്പം നടക്കുകയൊക്കെ ചെയ്തെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധാനം പുതുതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ സംവിധാനത്തിനെ അഭിസംബോധന ചെയ്യാനും അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മ അവിടെ പ്രകടമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണോ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം പല പല നിലപാടുകളും പാർട്ടി മുൻപ് സ്വീകരിച്ച പല നിലപാടുകളും പിന്നീട് തള്ളിക്കളയുകയും അതിന് വിരുദ്ധമായിട്ട് മറ്റു നിലപാടുകളൊക്കെ സ്വീകരിക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ കമ്പ്യൂട്ടറിനെതിരെ വിളിച്ച മുദ്രാവാക്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയാറ്. പക്ഷേ അതേ ആൾക്കാർ ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അതിനെതിരെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട് മാറ്റം സംഭവിക്കുന്നത്? അന്ന് എന്തുകൊണ്ടായിരിക്കാം അത് ശരിയായിരുന്നതും ഇന്നത് അത് തെറ്റായിരുന്നതും ഇന്നത് ശരിയുമാവുന്നത്? അതിന് കമ്മ്യൂണിസത്തെ കുറ്റപ്പെടുത്തുന്നതിൽ കഥയില്ല. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു കാര്യപരിപാടി ലോകത്തിന് മുന്നിൽ വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് പല മാറ്റങ്ങളുണ്ടാകുകയും ലോകത്തെ തന്നെ മാറ്റിമറിച്ച പ്രതിഭാസമായിരുന്നു ശരിക്കും. അതിനെ തുടർന്നുണ്ടായ വിപ്ലവങ്ങളും മറ്റുമൊക്കെ അത് ആ കാലത്ത് ഉയർന്നു വന്ന ഒരാശയമാണ്. ആ ആശയത്തിലുള്ള എല്ലാ ആശയങ്ങളുടെയും താഴെത്തട്ടിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ടാകും. ആ മൂല്യങ്ങൾ ഒരു കാലത്തും മരിക്കുന്നില്ല. പക്ഷേ മൂല്യങ്ങളുടെ ബാഹ്യപ്രകൃതി എന്ന് പറയുന്നത് തകർന്നു വീഴുന്നുണ്ട്. അത് തകർന്നു വീഴുകയും ആ മൂല്യങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ വന്നപ്പോൾ അതൊക്കെ തല്ലിപ്പൊളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല, അന്നും ശരിയല്ല, ഇപ്പോഴും ശരിയല്ല. പക്ഷേ അത് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ അത് തല്ലിപ്പൊളിക്കാൻ പോകില്ലായിരുന്നു. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്ന സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് ലുഡ്വിക് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തൊഴിലാളി നേതാവ് എൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാ ഫാക്ടറികളും തൊഴിലാളികളും തല്ലിപ്പൊളിക്കാനായിരുന്നു. അതിനാണ് ലുഡിസം എന്ന് പറയുന്നത്. ലുഡിസം എന്ന് പറയുന്ന രീതിയിലാണ് അത് ലോകം പഠിക്കുന്നത്. അവിടെയും പ്രശ്നം അത് തന്നെയാണ്, മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ്. പുതിയ പുതിയ മാറ്റങ്ങളുണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആ മാറ്റത്തെ സമീപിക്കുന്നത് ഒന്ന് ആ മാറ്റത്തിനൊപ്പം നമ്മൾ മാറുക എന്നുള്ളതാണ്. അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പുതിയ മാറ്റത്തെ നമ്മൾ സ്വാംശീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സർവൈവ് ചെയ്യുക, അതിജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാത്തായി കോട്ടൺ മില്ല് എന്ന് പറയുന്ന ഒരു മില്ല് ഈ ആലുവയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ 3000 പേര് പണിയെടുത്തെടുത്തത് അത് യന്ത്രവൽകൃതമായി കഴിഞ്ഞപ്പോൾ 30 പേര് മതി. 3000 പേര് 30 പേരാക്ക് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം തൊഴിലാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ നഷ്ടപ്പെടുന്ന തൊഴിലിനെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, അത് മറ്റ് മേഖലകളിൽ പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, ഒരുപാട് തൊഴിൽ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അതിന് പകരമായിട്ട് പുതിയ തൊഴിലുകൾ വരും. തീർച്ചയായിട്ടും തൊഴിലുകൾ വരും. പക്ഷേ പഴയ അത്ര തൊഴിലുകൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെയുള്ള സജഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ, ഇപ്പോൾ തൊഴിലാളികൾ 6 ദിവസം പണിയെടുക്കും. 6 ദിവസം പണിയെടുക്കുന്നതിന് പകരം 3 ദിവസം പണിയെടുത്താൽ മതി എന്ന് തീരുമാനിച്ച് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ്. അതിനൊക്കെയുള്ള മാർഗങ്ങൾ പലതരത്തിൽ അത് നടപ്പിലാകില്ലെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന തരത്തിലേക്ക് തൊഴിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള പുതിയ ചിന്തകൾ, ഇത് ഇപ്പോൾ നമ്മൾ പറയുന്നൊരു ചിന്തയല്ല, ഇതുപോലെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ്. അത് നടപ്പിലാക്കിയെ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്വകാര്യ സർവകലാശാല എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എതിർത്തിരുന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ. അവർക്ക് പക്ഷേ സ്വകാര്യ സർവകലാശാലയെ അംഗീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഭൂമുഖത്തുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവരതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അംഗീകരിക്കുന്ന സമയത്ത് പോലും, പുതിയ സർവകലാശാലകളെ അംഗീകരിക്കുന്ന സമയത്ത് പോലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് എല്ലാത്തിലും ഏത് പുതിയ പ്രതിഭാസം വരുമ്പോഴും
അതിന് രണ്ട് വശങ്ങളുണ്ടായിരുന്നു. ഒന്ന് അതിൻ്റെ ഈ സാങ്കേതികമായിട്ടുള്ള കുതിച്ചുചാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പോസിറ്റീവ് സൈഡ്. മറ്റൊന്നെന്ന് പറയുന്നത് അത് പലപ്പോഴും ദരിദ്രരായിട്ടുള്ള ആളുകളെ പാർശ്വവൽക്കരിക്കുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് സംഭവിക്കും. സ്വകാര്യ സർവകലാശാലകളിൽ നല്ല പണമുള്ളവർക്ക് മാത്രമേ പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഫീസ് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു വിധമായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. അവിടെ സംവരണ തത്വങ്ങൾ പാലിക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ. സംവരണ തത്വം പാലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് വരുന്ന ആളുകൾ, വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള സംവരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പട്ടികജാതി പട്ടികവർഗത്തിന് പ്രത്യേകമായി സംരക്ഷണം ഉണ്ടാവണം, OBCക്ക് പ്രത്യേകമായി സംരക്ഷണം ഉണ്ടാകണം. എന്തിനാണ്? സീറ്റ് സെലക്ഷനിൽ മാത്രമാണ്. ഫീസിൻ്റെ കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സൗജന്യം ഉണ്ടാവില്ല. അപ്പോൾ ഉന്നത ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ പഠിക്കാനായിട്ട് പറ്റൂ. അങ്ങനെ വരുമ്പോൾ അത് വരേണ്യരായ മനുഷ്യർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന സർവകലാശാലകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സമ്പന്നരായിട്ടുള്ളതാണ്. ഈ സമ്പന്നർ എന്ന് പറയുന്നത് ഉന്നത കുലജാതരായ ആളുകൾ മാത്രമല്ല, കാശുള്ളവരൊക്കെ സമ്പന്നരാണ്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, വിദ്യാർത്ഥികളൊക്കെ കേരളം ഉപേക്ഷിച്ചുകൊണ്ട് പുറം രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആർക്കും നിൽക്കാൻ താല്പര്യമില്ല. അത് യഥാർത്ഥത്തിൽ നല്ല വിദ്യാഭ്യാസ ശൃംഖലകളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നൊരു കാരണം കൊണ്ടാണെന്ന് പലരും പറയുന്നുണ്ട്. ശരിക്കും ഈ സ്വകാര്യ സർവകലാശാലകൾ വരികയാണെങ്കിൽ അത്തരം കൊഴിഞ്ഞുപോക്കുകളെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ലേ? ഇവിടെ തന്നെ നല്ല വിദ്യാഭ്യാസ സ്വാശ്രയ കോളേജുകളും ഒക്കെ വരില്ലേ? ഇത് രണ്ടും തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ല. അവർ കേരളം വിട്ട് മറ്റു രാജ്യങ്ങളിൽ ജീവിക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനും വേണ്ടി പോകുന്ന ആൾക്കാരാണ്. അതിനുള്ള ഒരു ഇടവഴി മാത്രമാണ് അവരുടെ ഈ ഉന്നത വിദ്യാഭ്യാസ ചാട്ടം. അതിൽ കൂടുതലൊന്നും അതിൻ്റെ അകത്തില്ല. ഇവിടത്തേക്കാൾ മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെ എല്ലാവരും, കാരണം ഇവിടെ തന്നെ മെറിറ്റുള്ള കുട്ടികളെല്ലാവരും. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സർവകലാശാലകൾ വന്നതിൻ്റെ ഫലമായിട്ട് ഈ കുട്ടികൾ അങ്ങോട്ട് പോയില്ല എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഈ ശ്രീനിവാസനടക്കമുള്ള ആളുകൾ ആ കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം വെച്ചാൽ കുട്ടികൾ എന്തിനാണ് പോണത്? മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരല്ലവർ. അവർക്ക് ബ്രിട്ടനിൽ താമസിക്കണം, അമേരിക്കയിൽ താമസിക്കണം, ഇറ്റലിയിൽ താമസിക്കണം, ജർമ്മനിയിൽ താമസിക്കണം, ആസ്ട്രേലിയയിൽ താമസിക്കണം, അല്ലെങ്കിൽ കാനഡയിൽ താമസിക്കണം. താമസിക്കാൻ പോകുന്നവരാണ് അവർ, മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നവരാണ്. അവരെ നിങ്ങൾ ഏത് ഓക്സ്ഫോർഡ് സർവകലാശാല കേരളത്തിൽ കൊണ്ടുവന്നാൽ പോലും അവരെ നിങ്ങൾക്ക് കേരളത്തിൽ പിടിച്ചെടുത്താൻ പറ്റില്ല. അതവർ മനസ്സിലാക്കട്ടെ ആദ്യം. അല്ല, പക്ഷേ ചില വിഷയങ്ങളിൽ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ നാടകത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ US എയിൽസ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ മാത്രമേ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ തന്നെ നല്ല സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്ന കോളേജുകളില്ല എന്നുള്ള പരാതിയുണ്ട്. അങ്ങനെ അതിൻ്റെ മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അതൊരു കാരണം തന്നെയാണ്. മാഷി പറഞ്ഞത് ഒരു സത്യമാണത്. ഇതായിട്ട് താമസിക്കണം എന്നുള്ളൊരു അടിസ്ഥാനം ഉണ്ട്. പക്ഷേ ഇതും ഒരു കാരണം തന്നെയാണ്. അല്ല, അത് ശരിയാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് സഹായകരമായിട്ട് എന്നാ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഉള്ള ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ അകത്ത് വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ സർവകലാശാലകളുടെ വരവ് സഹായകരമായിട്ട്. ശരി.